കുഞ്ഞും പഴം വെച്ച് അമ്മ ഉണ്ടാക്കുന്ന ഒരു ഡെസേർട്ടാണ് കേട്ടോ ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കുന്നത്. ആര് വന്നാലും അമ്മ ഇത് ആണ് ഉണ്ടാക്കി കൊടുക്കാറ്. കണ്ടവർക്ക് തോന്നുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ഡെസേർട്ട് ഉണ്ടാക്കുന്നത്. ഒന്നുമല്ല കേട്ടോ, ഇതിലും ഈസിയായി ഒരു ഡെസേർട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ആദ്യം വേണ്ടത് ഇതുപോലെയുള്ള ഞാലിപ്പൂവൻ പഴമാണ്. ഇത്രയും കുഞ്ഞ് പീസായി വേണം കേട്ടോ നമ്മൾ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ബൗളിലേക്ക് എല്ലാം കൂടി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. നമ്മുടെ ആവശ്യത്തിന് വേണ്ട പഞ്ചസാര നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ശർക്കര വെച്ചിട്ടും ഈ ഡെസേർട്ട് ഉണ്ടാക്കാം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. അത് കുറച്ചുകൂടി ബുദ്ധിമുട്ടില്ല പണിയാണ്. ഇപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ആ ശർക്കര വെച്ച് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ശർക്കര ഉണ്ടാക്കുമ്പോൾ നമ്മൾ പശുവും പാലല്ല തേങ്ങാപ്പാലാണ് കേട്ടോ ഇതിൽ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഞാനെല്ലാം കൂടി ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലേവറിന് വേണ്ടി ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പണ്ട് അമ്മയൊന്നും ഇതൊന്നും ചേർക്കാറില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു ഫ്ലേവർ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ ഒരു ടീസ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. അതും അമ്മ ചേർക്കാറില്ല. അമ്മ വെറും പാലും ഈ പഞ്ചസാരയും മാത്രമാണ് കേട്ടോ ചേർക്കുന്നുള്ളത്. ഇപ്പം മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ ഇത് വല്ലാത്തൊരു ടേസ്റ്റാണ് ഈ രസായനത്തിന്. ഇതിന് രസായനം എന്നാണ് പറയുക. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പഞ്ചസാര ആദ്യം ചേർക്കുമ്പോൾ ഇതിനനുസരിച്ച് കുറച്ച് മധുരം കുറക്കുന്നത് നല്ലതായിരിക്കും. ഈ പഴം നമുക്ക് നേരത്തെ മുറിച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ ബാക്കിയുള്ള ചേരുവകൾ പിന്നീട് ചേർത്താലും മതി. പിന്നെ ഈ രസായനം ഉണ്ടാക്കുന്ന പഴം നന്നായി പഴുത്തതായിരിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് പഴുത്തതാണെങ്കിൽ ഇത് അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രമിക്കണം. പിന്നെ കൂടുതൽ പഴുത്തതും ആവരുത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പശുവും പാലാണ്. ഞാൻ രാവിലെ തിളപ്പിച്ച് തണുക്കാനായി വെച്ചതാണ്. ചൂടോടുകൂടി ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ കഴിക്കാറാകുമ്പോൾ മാത്രമാണ് ഈ പാൽ ഒഴിച്ച് കൊടുക്കേണ്ടത്. നേരത്തെ ഒഴിച്ച് വെക്കരുത്. അപ്പോൾ ഈ രസായനത്തിന് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കറുത്ത എള്ളാണ്. കറുത്തതായാലും വെളുത്തതായാലും ചേർത്ത് കൊടുക്കാം. അതൊന്ന് വറുത്തതിന് ശേഷം ഇതുപോലെ പൊട്ടി തുടങ്ങുമ്പം നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറുത്ത എള്ള് ചേർക്കുമ്പോഴാണ് കൂടുതൽ ഭംഗിയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ഡെസേർട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.